നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബൈയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അത് ശ്രീ PK സജീവിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിനെ എന്നെ വേറൊരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് പ്രത്യേകിച്ച് ദിലീപൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജിയും കൂടെ എത്തുന്നത്. ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 8 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന് ഞാൻ ശരിയാകത്തില്ല. പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ കുളുമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ജിബും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്ര എക്സ്പെൻസ് ഉണ്ടാക്കണ്ടായിരുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം സജീവ് പറഞ്ഞതാണ്, എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആനും സജീവും ഒക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആദ്യം മയക്കങ്ങ് കൊടുത്തത് അങ്ങനെ ഓണാവത്തില്ലായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നോട് മനസ്സിലായി. ഇത് ഇപ്പോൾ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവർക്കും നമസ്കാരം. ബ്ലസ്ബായി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അപ്പം അത് കയറി തൂങ്ങിയാണ്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കണമുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലക്സ്കാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലിസ്റ്റാനും ലാൽ ജോസും സുധീഷ് മീഷ്മാൻ്റെ പ്രൊഡ്യൂസർ, ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് ഫൈൽ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ല. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞതാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലിസ്റ്റാനെ ഞങ്ങൾ കാണുന്നത് അലിസ്റ്റാൻ്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലിസ്റ്റാൻ ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മഹത്തൂർക്കനവർ. അതിനുശേഷം അലിസ്റ്റാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിസ്റ്റാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാൻ, അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത്. പെടുന്നത് എനിക്ക് വലിയ ഭാഗ്യമുണ്ട്. ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന്
ഇപ്പുറത്ത് ജോണി, ഒന്നത് അജിത് ഭായ്, ലിസ്റ്റിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നടന്നിരുന്ന ഈ രാജേഷ്, കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ, പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു എലിമെൻ്റ്, ഒരു കണ്ടന്റ് പറഞ്ഞൊരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കെല്ലാം നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറെ കാലമായി നേരത്തെ പറഞ്ഞാൽ ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം കൊണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നര തുടങ്ങിയതൊന്നുമല്ല. ലോഹിത് സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് പ്രസിദ്ധയായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. ഇത് 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാം. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ, ഐശ്വര്യ, നമ്മളെല്ലാം കിടക്കിയ ഒരാളാണ് ഞാനിവിടെ വെച്ചാൽ കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദി ബെസ്റ്റ്. എവിടെ ഇരിക്കണമെന്ന് കണ്ടുകൂടാ, പോയാ. എല്ലാവർക്കും ജോണി, ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നില്ല, കാരണം ഒരു സിനിമയും ജോണി വെറുതെ വിടുന്നില്ല. ഇടയ്ക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക സി ഡി മൂസ് സെക്കൻഡ് ഉണ്ടോ? ഞാൻ പറയാം എവിടെ ചെയ്യാൻ, അവനിവിടെ ഒന്നുമില്ല, അവൻ അതിൻ്റെ പുറകെ പോയിരിക്കുകയുള്ളൂ. എന്തെങ്കിലും വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ. താങ്ക്സ് എ ലോട്ട്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആരെങ്കിലും വിട്ടുപോട്ടെങ്കിൽ ക്ഷമിക്കണേ. അയ്യോ, എൻ്റെ മക്കള് എൻ്റെ അത്രയും അടുപ്പമുള്ള ഷാനീസാക്കി, ഷറഫ്, ശബരിനെ കണ്ടു, ഞങ്ങളിവിടെ കൈമാറി. വലിയ സന്തോഷം. സിജു, സോറി, അരുൺ, എല്ലാവരും താങ്ക്സ് എ ലോട്ട്. പറയാൻ പറ്റൊരു കാര്യമുണ്ട്, കാരണം ഇത്രയും വലിയ ഇതുള്ളതുകൊണ്ട് മെയ് 9 ഞാൻ അഭിനയിച്ചൊരു പടത്തില്ല, അതിന്റെ ഓഡിയോ ലോഞ്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ചിലെങ്കിലും അത് പറയാനോ എന്ന് വിചാരിച്ചിട്ട് എന്റെ നിർമ്മാതാവ് ലിസ്റ്റ് സ്റ്റേറ്റിനോട് ഇരിപ്പുണ്ട്. അപ്പൊ അത് ഇതിന്റെ തിരക്കിന്റെ ഇടയിൽ അത് മറക്കരുതല്ലോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്റെ സിനിമ കാണാൻ മറക്കരുത്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദിലീപേട്ട. നമ്മുടെ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ഓഡിയോ CD ഇപ്പം ദിലീപേട്ടൻ ബ്ലെസ്സി സാറിന് കൈമാറിക്കൊണ്ട് അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ച് സെർമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു നിമിഷത്തിന് വേദിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് ഒരു വലിയ നന്ദി കൂടി പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഈ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായതിനും. Ladies and gentlemen, a thunderous round of applause for United Kingdom of Kerala's audio launch ceremony. A big round of applause. ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളുമായി മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന പാട്ടുകൾ സമ്മാനിക്കുവാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആശംസിക്കാം. മലയാള സിനിമ എന്നും ഓർത്തു വയ്ക്കുന്ന നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ചേർക്കപ്പെടട്ടെ എന്ന് കൂടി ഈ ഒരു നിമിഷത്തിൽ നമ്മൾ വിഷ് ചെയ്യുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ടീം.
സംസാരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് തയ്യാറായി വന്നത്. അധികം സംസാരിച്ച സമയം കളയണ്ട എന്നുള്ളതല്ലേ കറക്റ്റ്. എങ്കിലും മൈക്ക് കൈ കിട്ടിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനമായിട്ടും അരുൺ ഗുണ്ടജയൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പാർട്ട് ഫ്രം ബ്ലസ്സി സാറും ദിലീപേട്ടനെ വെച്ച് വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ടും നമ്മൾ അഭിനയിച്ചിട്ടുള്ളതാണ്, വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പാട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി രാജേഷിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, രാജേഷിൻ്റെ പാട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതെല്ലാം ഒരുമിച്ചാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കൊടുക്കൽ വാങ്ങൽ അത്രയ്ക്ക് ഈസിയാണ്. രാജേഷ് എന്താ പറയുക, ഇപ്പം ചില പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചില മീറ്റർ അപ്പുറത്തേക്ക് എടുത്താണ്, ചില മീറ്റർ ഇപ്പുറത്തേക്ക് എടുക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. രാജേഷ് എല്ലാ സ്വാതന്ത്ര്യം തരും. അപ്പോൾ രാജേഷിൻ്റെ കൂടെ ഒരു 7 പാട്ടുകൾ വർക്ക് ചെയ്തു ഈ സിനിമയിൽ. പുതിയ പാട്ടുകൾ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു അവസരം എനിക്ക് തന്ന കാര്യങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ ഭയങ്കര രാജേഷിനെ കൊടുക്കാം. ഹായ്, താങ്ക് യു. ഇവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന അരുൺ, ആ മൊമെന്റ് ഉണ്ടായ രീതി, അതൊക്കെ വളരെ നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നു, ആൻഡ് അലക്സ് സാർ, അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയത് തന്നെ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ജേർണി. ഇന്നും പടം എൻ്റെ മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇന്നും എൻ്റെ കൂടെ പേഷ്യൻസോടെ നിൽക്കുന്നുണ്ട്. യു ആർ സപ്പോർട്ടിങ് അസ്. സോ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഈ വിഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് അത് എനിക്കും ആ കഥയുടെ ഒരു ചെറിയൊരു ഭാഗം എനിക്കും കൊണ്ടു. ഓക്കെ, ഇത് നല്ലൊരു വിഷയമാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം. സോ ഞാൻ നല്ലത് പാട്ട് പാടുന്നു തോന്നുന്നു. മോശം ഞാൻ സംസാരിക്കാൻ റിയലി ഹാപ്പി ടു ബി